ആലപ്പുഴ ചാരുമൂട്ടിൽ മന്ത്രി പി പ്രസാദിന്റെ വീടിനു മുന്നിൽ സംഘർഷം. RSS ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിൽ വിളക്ക് കൊളുത്താൻ BJP പ്രവർത്തകരുടെ ശ്രമം. സംഘടിച്ചെത്തിയ CPI പ്രവർത്തകർ ശ്രമം തടഞ്ഞതോടെയാണ് തർക്കമായത്. ഷൈജു ചേരുന്നു. ഷൈജു, എന്തൊക്കെയാണ് RSS കാണിച്ചു കൂട്ടുന്നത്? സ്ഥലത്ത് സംഘർഷാവസ്ഥയാണോ? മന്ത്രി പി പ്രസാദിന്റെ വീടിനു മുന്നിലാണ് സംഘർഷമുണ്ടായിരിക്കുന്നത്. ആലപ്പുഴ ചാരുമൂട്ടിലെ വീടിനു മുന്നിലേക്കാണ് RSS പ്രവർത്തകരെത്തിയത്. അവിടെ RSSന്റെ ഭാരതാംബയുടെ ചിത്രം വെച്ച് വിളക്ക് കൊളുത്താനൊക്കെയുള്ള ശ്രമങ്ങൾ CPI പ്രവർത്തകർ തടയുകയായിരുന്നു. CPI പ്രവർത്തകർ സംഘടിതമായി അങ്ങോട്ടെത്തി അത് തടഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഷൈജു വീണ്ടും ചേരുന്നുണ്ട്. ഷൈജു, വലിയ അതിക്രമമാണ്. ഒന്ന്, മന്ത്രിയുടെ വീടിനടുത്തേക്ക് ഇത്തരത്തിൽ ഒരു പ്രകടനം നടത്തുക, അവിടെ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള RSSന്റേതായിട്ടുള്ള രീതികൾ കാണിക്കുക. അതിനപ്പുറത്തേക്ക് പോലീസ് ഇതിന് ഇടപെടാൻ സാധിക്കുന്നില്ല, പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യമാണ്. തന്നെ രാജ്ഭവനിൽ ഉണ്ടായ, അതായത് രാജ്ഭവനിൽ കൃഷിവകുപ്പ് നടത്തുന്ന നിർദ്ദേശ പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം അത് പുതിയ തലത്തിലേക്ക് ഇപ്പോൾ മാറുകയാണ്. പ്രധാനമായും കഴിഞ്ഞ ദിവസം ചേർത്തലയിലുള്ള മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഈ പരിപാടി അവർ സംഘടിപ്പിച്ചിരുന്നു RSS. അത് ശാന്തമായ പരിപാടി അവസാനിച്ചിരുന്നെങ്കിലും ഇന്ന് മന്ത്രി ജനിച്ചു വളർന്ന നൂറനാടുള്ള വീടിന് മുന്നിലാണ് പ്രതിഷേധ പരിപാടിയുമായി RSS എത്തിയത്. ഭാരതാംബയുടെ ചിത്രം കൊണ്ടുവന്ന് വിളക്ക് കൊളുത്താനുള്ള ഒരു ശ്രമമായിരുന്നു അവർ നടത്തിയത്. എന്നാൽ വളരെ നേരത്തെ തന്നെ നൂറനാടുള്ള CPI പ്രവർത്തകർ സംഘടിച്ചെത്തി ഈ BJP RSS മാർച്ചിനെ തടയുകയാണ് ചെയ്തത്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരവസ്ഥയെത്തി. പരസ്പരം പോർവിളിച്ചുള്ള മുദ്രാവാക്യം വിളിയിലേക്കും കാര്യങ്ങൾ എത്തി. RSS പരിപാടി നടത്താൻ കഴിയാതെ പിന്തിരിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. ആ അർത്ഥത്തിൽ തന്നെ CPI സംഘടിച്ചെത്തി അവിടെ തടയുകയായിരുന്നു. മന്ത്രിയുടെ വീട്ടിൽ താമസിക്കുന്ന ആളുണ്ടായിരുന്നില്ല. മന്ത്രിയുടെ ഫാമിലി തിരുവനന്തപുരത്താണ് ഉള്ളത്. മന്ത്രി ഇന്നുള്ളത് ചേർത്തലയിലുമാണ് ഉള്ളത്. പക്ഷേ CPI പ്രവർത്തകർ രംഗം ഏറ്റെടുത്തത് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഒടുവിൽ പോലീസ് എത്തി ഇരുകൂട്ടരെയും ശാന്തരാക്കി മാറ്റുകയായിരുന്നു. ഇപ്പോൾ സംഘർഷം ഒഴിവായി മാറിയിട്ടുണ്ട്. ഏതായാലും RSS BJP മാർച്ച് തടയുകയും അവർ ഭാരതാംബയുടെ ചിത്രം കൊണ്ടുവന്ന് വിളക്ക് കൊളുത്താനുള്ള ശ്രമമാണ് CPI തടഞ്ഞത്. ഇന്ന് CPI പല സ്ഥലങ്ങളിലും ദേശീയ പതാക ഉയർത്തി, ഭാരതാംബയുടെ ഒറിജിനൽ ചിത്രത്തിനും മുന്നിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധ പരിപാടി നടത്തുന്നുണ്ട്. അതിന്റെ കൂടി ദിവസമായ ഇന്നാണ് CPI ഈ മന്ത്രിയുടെ വീടിന് മുന്നിൽ RSS നടത്താൻ പരിപാടി തടഞ്ഞത്. ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യമാണോ? പോലീസിന് ഇവരെ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ലേ? തന്നെ ഇപ്പോൾ സംഘർഷത്തിന് വലിയ അയവ് വന്നിട്ടുണ്ട്. ശാന്തരായി ഇരുകൂട്ടരും പിരിയുകയാണ് ഉണ്ടായത്. കാരണം പോലീസിന്റെ ഇടപെടലാണ് ശാന്തതയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പോലീസ് വേഗത്തിൽ അവിടെ എത്തി ഇരുകൂട്ടരെയും പിന്തിരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. CPI ഒരുപാട് പ്രവർത്തകർ, BJP RSS പ്രവർത്തകരെക്കാൾ കൂടുതൽ പ്രവർത്തകർ ആ ഭാഗത്തേക്ക് എത്തി ഇത് തടയുകയാണ് ചെയ്തത്. സ്വാഭാവികമായും പോലീസ് ഇതിലേക്ക് എത്തി ഇരുകൂട്ടരെയും ശാന്തരാക്കാനാണ് ശ്രമിച്ചത്. അത് ഒരർത്ഥത്തിൽ ഫലം കാണുകയും ഇപ്പോൾ അവിടെ സംഘർഷത്തിന് വലിയ അയവ് വരികയും ഇരുകൂട്ടർ പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പരിപാടി അവസാനിപ്പിച്ച് RSS മടങ്ങുകയും പ്രതിഷേധ പരിപാടി നിർത്തിവെക്കുകയും ചെയ്തുകൊണ്ട് CPI സഹകരിക്കുകയും ചെയ്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ നൂറനാട് പി പ്രസാദിന്റെ വസതിക്ക് മുന്നിലുള്ളത്. ഇത് കൂടുതൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമാക്കാനാണോ RSS ഉദ്ദേശിക്കുന്നത്? കാരണം ഇന്നിപ്പോൾ CPI സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായിട്ട് മാത്രമുള്ള പ്രതിഷേധമായിട്ട് ഇതിനെ കണ്ടാൽ മതിയോ? തന്നെ, അതായത് രാജ്ഭവനിൽ ഈ ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടന്ന സർക്കാർ പരിപാടിയാണ്. ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃഷി വകുപ്പിനെ നയിക്കുന്നത് CPI ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഗവർണർക്കെതിരെ സംസാരിച്ചത് CPI സംസ്ഥാന നേതാവ് കൂടിയായ മന്ത്രി പി പ്രസാദാണ്. ഇപ്പോൾ അത് CPI RSS തമ്മിലുള്ള പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും കൗതുകകരമായ വസ്തുത. കഴിഞ്ഞ ദിവസം ചേർത്തലയിലുള്ള മന്ത്രി വസതിക്ക് മുന്നിലും ഇതേ പരിപാടി RSS സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ മന്ത്രിയുടെ നൂറനാടുള്ള വസതി
വസതിക്ക് മുന്നിലേക്ക് RSS മാർച്ച് നടത്തുകയും ഭാരതാംബയുടെ ചിത്രം കൊണ്ടുവന്ന് അവിടെ വിളക്ക് കൊളുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ CPI സംഘടിച്ചെത്തി അത് തടയുകയാണ് ചെയ്തത്. CPI തടഞ്ഞത് അവരുടെ ഭാഗത്ത് നിന്ന് അത് വിജയിക്കുകയും RSS പരിപാടി ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. ഒടുവിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് പോലീസ് സന്നാഹം അവിടേക്ക് എത്തി മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടന്ന ഈ സംഘർഷം ഒഴിവാക്കുകയും ചെയ്യുകയായിരുന്നു. കാരണം മന്ത്രി താമസിക്കുന്ന തന്നെ ഈ KP റോഡിന് ഓരത്തോടുകൂടി ഉള്ള ഒരു ചെറിയ വീട്ടിലാണ് മന്ത്രി ജനിച്ചു വളർന്നത്. അവിടെയാണ് ഈ മന്ത്രി അദ്ദേഹം പ്രസാദ് മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ കുടുംബം തിരുവനന്തപുരത്താണുള്ളത്. വിദ്യാർത്ഥികൾ പഠിക്കുന്നതും തിരുവനന്തപുരത്താണ്. അദ്ദേഹം ചേർത്തലയിലാണുള്ളത്. ഇന്നത്തെ ദിവസം അദ്ദേഹം ചേർത്തലയിലുണ്ട്. കഴിഞ്ഞ ദിവസം ചേർത്തലയിലെ വീടിന് മുന്നിൽ പരിപാടി നടക്കുമ്പോൾ അത് ശാന്തമായി അവസാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ഈ റോഡിന്റെ ഓരത്തുള്ള വീട്ടിലേക്ക് മാർച്ച് നടത്തുമ്പോൾ അവരുടെ പാർട്ടി പ്രവർത്തകർ തന്നെ നേരിട്ടെത്തി RSS BJP പ്രകടനം തടയുകയും അവരുടെ സമരപരിപാടി ഉപേക്ഷിച്ചു പോകത്തക്ക വിധത്തിലുള്ള പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. അങ്ങനെ CPI നടത്തിയ പരിപാടിയിലേക്ക് ഇരുകൂട്ടരും ഒരു സംഘർഷത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്താണ് പോലീസ് എത്തി കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്ത് ഇരുകൂട്ടരെയും ശാന്തരാക്കി വിടുകയും ഇപ്പോഴവിടെ സംഘർഷത്തിന് വലിയ അയവ് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് തന്നെ.